ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ്. പലർക്കും അബദ്ധം പറ്റിയതാണ്. നമുക്ക് പല അസുഖങ്ങൾ വരും. ഞാൻ ഒരു അസുഖങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഞാൻ. അപ്പോൾ എന്നേക്കാൾ ഉപരി ഒരാളുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്ര അസുഖമുണ്ട് എനിക്ക് വലിയൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ പറഞ്ഞ് എന്ത് രോഗത്തിനും ലിവർ ഡിസീസായിരുന്നു എനിക്ക്. എന്ത് അസുഖത്തിനും ഒറ്റപ്പാലത്തിൽ വൈദ്യരുണ്ട്, എന്ത് അസുഖം മാറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിയാണ് പുള്ളി. ഈ പാരമ്പര്യ വൈദ്യന്മാരാണ്. അവിടെ ചെന്ന പറഞ്ഞു ഈ നിലം പരണ്ട എന്ന് പറയുന്നൊരു ഇലയുണ്ട്. നിലം പരണ്ട ഒരു ആയുർവേദിക് മെഡിസിനാണ്. അത് 51 ദിവസം കഞ്ഞിയിൽ ഇട്ട് കുടിക്കാൻ പറഞ്ഞു. 51 ദിവസത്തിന് 501 ദിവസം വരെ കഴിച്ച് ഒരു മാറ്റമില്ല. അപ്പൊ വേറൊരു പാരമ്പര്യ വൈദ്യന്റെ നിങ്ങൾ അറിയായിരിക്കും, മോഹനം വൈദ്യര്. എല്ലാവരും അറിയും. പേരെടുത്ത് പറയാം, കാരണം ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യല്ലേ. ഞാൻ പോയിട്ട് എന്റെ കയ്യിൽ തെളിവുകളും എല്ലാം ഉള്ളതാണ്. എന്നെക്കൊണ്ട് ഒരു പശു തിന്നുന്ന പുല്ല് മുഴുവൻ തീറ്റിച്ചു. അവസാനം ചാണാനിടുമെന്നുള്ള സംശയം വന്ന് അതേ അവസ്ഥയെത്തി. അത്ര പറമ്പിൽ കാണുന്ന സകല പുല്ലുകളും എന്നെക്കൊണ്ട് തീറ്റിച്ച് ഒരു കുറവില്ല. കാരണം ബ്ലഡാണ് വൊമിറ്റ് ചെയ്യുന്നത് ഇത് കഴിക്കുമ്പോൾ. അപ്പൊ ഇയാൾ അവസാനം പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് ചാകുമെന്ന് കണ്ടപ്പോ ഞാൻ ഇനിയൊരാക്കത് ഉണ്ടാകരുത്. നിങ്ങൾ ഈ പാരമ്പര്യ വൈദ്യന്മാരെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ തട്ടിപ്പും വെട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു ചികിത്സിക്കും? ക്യാൻസറാ, മുള്ളൻചീര മറ്റേ ചീരയിൽ ഞെക്കി അമർത്തി കൊടുത്താൽ മതി. ഈ പാവങ്ങൾ വിശ്വസിക്കുന്നേ. അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഷുഗറിന് മരുന്നെന്ന് വെച്ച് പത്രത്തിൽ വരെ ഈ നമ്മുടെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഷുഗറിന് മരുന്ന്, അതിന് ആളുകൾ കാശ് കൊടുത്തയച്ചിട്ട് വാങ്ങിക്കുക. ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ച അവന് നോബൽ പ്രൈസാ. ആ സ്ഥലത്താണ് കേരളത്തിൽ ഷുഗറിന് മരുന്നെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. സാക്ഷര സമ്പന്നരായ സ്ഥലത്ത് ഷുഗറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് വാങ്ങിച്ച് കഴിക്കുന്നതോ ഒക്കെ നല്ല MA കാരും BA കാരും ഒക്കെ. അതാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് മാറ്റുക. ഇന്ന് ഇതെല്ലാം വളരെ പുഷ്പം പോലെ എടുത്തു മാറ്റും. പൈസ വേണം, പൈസ സംഭവമുണ്ട്, പൈസ വേണം. പക്ഷെ എന്നിരുന്നാൽ പോലും പൈസ ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ട്രീറ്റ്മെന്റ്. ഇല്ലാത്തവർ സർക്കാർ ആശുപത്രി പോയാലും ശരി ഇതേപോലെ കള്ളന്മാരിൽ പെടരുത്. നമ്മളെ കുടുംബം വരമ്പിപ്പിക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള മറ്റൊരു സന്ദേശം.